തൗഫീഖ്, വെരി ഗുഡ് മോർണിംഗ്. ചണ്ഡീഗഡിലെ രാഷ്ട്രീയ കാലാവസ്ഥ രാജയ്ക്ക് അനുകൂലമാണ്. അപ്പോൾ പല വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. രാജയെ തുടരുന്നതിൽ മുറുമുറുപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെയാണ് വഴിമാറിയത്? എങ്ങനെയാണ് രാജ തുടരട്ടെ എന്ന തീരുമാനത്തിലേക്ക് സിപി എത്തുന്നത്? തൗഫീഖ്, സൈഫുദ്ദീൻ ജിൽസി, വെരി ഗുഡ് മോർണിംഗ്. ചണ്ഡീഗഡിലാണുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്നലെയാണ് ചണ്ഡീഗഡിലേക്ക് എത്തിയത്. ഇന്നലെ എത്തിയ ആ സമയത്ത് തന്നെ ഡി രാജ തുടരും എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത്. ഇന്നലെ ഏറെ വൈകിയായിരുന്നു നിർവാഹക സമിതി യോഗം കഴിഞ്ഞത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു പ്രായപരിധിയിൽ ഇളവ് നൽകിയതിന് സമാനമായിട്ട് തന്നെയാണ് CPI-യിലും CP ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഡി രാജയ്ക്ക് ഇളവ് നൽകാനായിട്ട് നിർവാഹക സമിതി യോഗം തീരുമാനിച്ചത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചക്കൊടുവിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്ന വിവരങ്ങൾ. നിരവധി തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യോഗത്തിനിടയിൽ ഉടലെടുത്ത് വന്നിരുന്നു. കാരണം പ്രായപരിധി കർശനമായിട്ട് നടപ്പാക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള കേരള ഘടകം ഉൾപ്പെടെ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. യോഗത്തിൽ പോലും ആവശ്യം ഉയർത്തിയിരുന്നു. എന്നാൽ അങ്ങനെ കർശനമായിട്ട് പ്രായപരിധി നടപ്പാക്കുകയാണെങ്കിൽ അടുത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് ആര് വരും എന്നുള്ളൊരു അജണ്ട, എന്നുള്ളൊരു ചോദ്യം ഉയരുകയായിരുന്നു. ആ സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടത് അമർജിത് കൗറിന്റെ പേരായിരുന്നു. എന്നാൽ അമർജിത് കൗർ ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ ഒരു സമ്മതം അറിയിച്ചിരുന്നില്ല എന്നാണ് നിലവിൽ ലഭിച്ച ഒരു വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ വീണ്ടും രാജയിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. ആ ഒരു സമയത്തായിരുന്നു രാജയ്ക്ക് ഒരു ടൈം കൂടി ഇളവ് നൽകാം, അല്ലെങ്കിൽ പ്രായപരിധിയിൽ രാജയ്ക്ക് ഇളവ് നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആ നേതൃത്വം എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും രാജയെ തന്നെ തുടരാനായിട്ട് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഈ പാർട്ടി കോൺഗ്രസ് ആരംഭിച്ച മുതൽ തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സസ്പെൻസ് എന്നുള്ളത് ആരായിരിക്കും CPI-യുടെ തലപ്പത്ത് ഇനിയിപ്പോൾ ഉണ്ടാവുക? രാജ തുടരുമോ, അല്ലെങ്കിൽ രാജ മാറിക്കൊണ്ട് അമർജിത് കൗറോ ബിനോയ് വിശ്വമോ എത്തുമോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ നിലനിൽക്കുകയായിരുന്നു. അതിനാണ് ഇന്നലെ രാത്രിയോടുകൂടി ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെയാണ് കേരള ഘടകമടക്കം വലിയ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. പ്രായപരിധി ബാധകമാക്കണമെന്നായിരുന്നു കേരള ഘടകവും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ കേരള ഘടകത്തിനൊപ്പം മറ്റ് ചില സംസ്ഥാനങ്ങൾ കൂടി പിന്തുണ അർപ്പിച്ചുകൂടി എത്തിയിരുന്നു ഈ വാദത്തിന്. പക്ഷേ ഇതൊക്കെ തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഏകപക്ഷീയമായി തന്നെ ഒരു തീരുമാനത്തിലേക്ക് പോയതാണോ, അതോ ഒരു കൂടിയാലോചനകൾക്ക് ശേഷം ഒരു കൃത്യമായി ഒരു തമ്മിലേക്ക് ഒരു എത്തിയതാണ്, അതായത് ഒരു ധാരണയിലേക്ക് എത്തിക്കൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ജിൽസി, കൂടിയാലോചനകൾ നടന്നിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകൾ ചർച്ച നടന്നിരുന്നു. ഏകദേശം ഒരു മണിക്കൂറോളം നിലനിൽക്കേണ്ട ചർച്ച 3 മണിക്കൂറിലധികം മുന്നോട്ട് പോയി എന്നാണ് ഇന്നലെ നമുക്ക് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഒടുവിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് എത്തിയത്. കാരണം നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് അതിനൊരു കാരണമായി തന്നെ പറഞ്ഞിരുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിനകത്ത് അറിയപ്പെടുന്ന ഒരു മുഖമാണ്. ചർച്ചകളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ബീഹാർ, ബംഗാൾ, അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇന്ത്യ സഖ്യവുമായി കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. സീറ്റ് ചർച്ചകൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതിന് നിലവിൽ പ്രാപ്തനായിട്ടുള്ള ഒരാൾ ഡി രാജയാണ് എന്നുള്ള അഭിപ്രായങ്ങൾ ഈ കമ്മിറ്റിക്കകത്ത് ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി രാജയിലേക്ക് ചർച്ചകൾ കേന്ദ്രീകരിക്കുകയും ഒരു ടൈം കൂടി ഡി രാജയെ നിലനിർത്താം എന്നുള്ള അഭിപ്രായങ്ങൾ കേരളം ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചത്. രാജയെ പിന്തുണച്ചിരുന്നതും കേരളം ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക രാജയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ ചില സംസ്ഥാനങ്ങൾ കൂടി രാജക്കൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നല്ലോ. ഈ ചർച്ച വന്നപ്പോൾ തന്നെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഡി രാജ തന്നെ ഒരു ടൈം കൂടി തുടരണം എന്നുള്ളൊരു ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി രാജയെ തന്നെ ഒരു തവണയിൽ കൂടി CPI ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്താനായിട്ട് ആ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. രാജയോട് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അനൌദ്യോഗികമായിട്ടുള്ള ചില ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നാൽ രാജ ഈ സീറ്റിൽ നിന്ന് ഒഴിയാൻ രാജ തയ്യാറാണ് എന്ന നേതൃത്വത്തെ ഒരു ഘട്ടത്തിൽ പോലും അറിയിച്ചിരുന്നില്ല. കാരണം തനിക്കൊരു ടൈം കൂടി തുടർന്നാൽ കൊള്ളാം എന്നുള്ളൊരു കാര്യം രാജയുടെ മനസ്സിലുണ്ടായിരുന്നത്. രാജയുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങളെ ഡി രാജ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് രാജയുടെ അഭിപ്രായം ചോദിക്കലേക്കൊന്നും നേതൃത്വം കടന്നില്ല. പകരം ഇതിലൊരു തീരുമാനം, ഭൂരിപക്ഷ തീരുമാനം നോക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജയ്ക്ക് മാത്രമായിരിക്കും ഇളവുണ്ടാവുക. മറ്റു സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം ഒഴിയുകയും ചെയ്യും. K. നാരായണ, പല്ലബ് സെൽഗുപ്ത, അതോടൊപ്പം തന്നെ സയ്യിദ് അസീസ് പാഷ, നാഗേന്ദ്രനാഥ് ഓജ എന്നിവരായിരിക്കും ഒഴിയുക. അതിന് പകരമായിട്ട് 4 ആളുകളെ കൂടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും ചെയ്യും. അതിൽ കേരളത്തിൽ നിന്ന് P. സന്തോഷ് കുമാർ ആയിരിക്കും ഉണ്ടാവുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.